ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഇറാനെ പരസ്യമായി പിന്തുണച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇറാനെ പിന്തുണച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന്റെ 39ാമത് പ്രത്യേക സമ്മേളനം ആഗോളതലത്തിൽ വലിയൊരു ഭൂരാഷ്ട്രീയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചു. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളെയും മനുഷ്യാവകാശ പ്രശ്നങ്ങളെയും കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ കൊണ്ടുവന്ന അപലപന പ്രമേയത്തെ ഇന്ത്യ ശക്തമായി എതിർത്തു. ഇത്തവണ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ അകന്നു നിൽക്കുക മാത്രമല്ല, അതിനെതിരെ ഇല്ല എന്ന് വോട്ട് ചെയ്തുകൊണ്ട് യുഎസിനെയും യൂറോപ്യൻ യൂണിയനെയും ഇന്ത്യ ഞെട്ടിച്ചിരിക്കുകയാണ്. 2005 ഡിസംബറിൽ ആരംഭിച്ച ഇറാനിലെ രാജ്യവ്യാപക പ്രതിഷേധങ്ങളെ ഇറാൻ സർക്കാർ അടിച്ചമർത്തുന്നതിനെ അപലപിക്കുകയും അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രമേയം കൊണ്ടുവന്നതും വോട്ടെടുപ്പ് നടന്നതും. UN ഹൈക്കമ്മീഷണർ വോൾട്ടർ ടർക്ക് ഇതിനെ ക്രൂരമായ അടിച്ചമർത്തൽ എന്ന് വിളിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. UNHRCയിലെ ഈ വോട്ടെടുപ്പിന്റെ ഫലങ്ങൾ ആഗോളതലത്തിൽ വ്യക്തമായ ഒരു വിഭജനം കാണിക്കുന്നു. ഇതിൽ 25 പാശ്ചാത്യ രാജ്യങ്ങളും ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, UK, മെക്സിക്കോ, ദക്ഷിണ കൊറിയ തുടങ്ങിയ മറ്റു രാജ്യങ്ങളും നിർദ്ദേശത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. മറുവശത്ത് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ഇറാഖ്, വിയറ്റ്നാം, ക്യൂബ എന്നിവ ഉൾപ്പെടെ 7 രാജ്യങ്ങൾ നിർദ്ദേശത്തെ ശക്തമായി എതിർത്ത് വോട്ട് ചെയ്തു. ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ബംഗ്ലാദേശ് തുടങ്ങിയ 14 രാജ്യങ്ങൾ ഈ പ്രക്രിയയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് നിഷ്പക്ഷത പാലിച്ചു, അതായത് അബ്സ്റ്റെയിൻ പാലിച്ചു എന്നാണ് ഇപ്പോൾ അറിയാനായി സാധിക്കുന്നത്. ഇന്ത്യയുടെ ഇല്ല എന്ന് പറയുന്ന വോട്ടിൽ നിന്ന് 4 വലിയ സന്ദേശങ്ങളാണ് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ ഇത്തരം വിഷയങ്ങളിൽ ഇന്ത്യ സാധാരണയായി നിഷ്പക്ഷത പാലിക്കുന്ന നയമാണ് സ്വീകരിക്കാറ്. എന്നാൽ ഇത്തവണ ഇറാൻ പ്രശ്നത്തോടുള്ള ഇന്ത്യയുടെ നേരിട്ടുള്ള എതിർപ്പിന് പിന്നിൽ ശക്തമായ ഒരു തന്ത്രമുണ്ട്. തങ്ങളുടെ വിദേശ നയം പൂർണ്ണമായും സ്വതന്ത്രമാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദമില്ലാതെ ദേശീയ താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുമെന്നും ഈ നടപടിയിലൂടെ ഇന്ത്യ വ്യക്തമായ സന്ദേശം നൽകി. പ്രത്യേകിച്ച് ഇറാനുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ബന്ധങ്ങളും ചബഹാർ തുറമുഖം പോലെയുള്ള തന്ത്രപ്രധാനമായ പദ്ധതികളും ഇന്ത്യക്ക് അത്യധികം പ്രധാനമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ മറവിൽ വിദേശ അന്വേഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടലോ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ വോട്ടെടുപ്പിനിടെ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും അന്താരാഷ്ട്ര വേദിയിൽ ഒരേ പക്ഷത്ത് നിൽക്കുന്നത് കാണപ്പെട്ടു. ഇത് ആഗോള രാഷ്ട്രീയത്തിന്റെ വളരെ അപൂർവവും പ്രധാനമുള്ളതുമായിട്ടുള്ള സംഭവമായി കണക്കാക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.